ഹായ് കൂട്ടുകാരെ, നമുക്ക് വായനാ ദിനവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നോക്കിയാലോ. വായനാ ദിനം PN പണിക്കർ പുതുവായിൽ നാരായണ പണിക്കരുടെ ചരമദിനമാണ്. അദ്ദേഹം 1995 ജൂൺ 19 അദ്ദേഹം മരിച്ചത്, അതായത് അന്തരിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഓർമ്മദിനം, ചരമദിനം എന്ത് ചെയ്തു? 1996 മുതൽ ജൂൺ 19 വായനാ ദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങി. അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു. ആലപ്പുഴയിലെ നീലംപേരൂരാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം അവിടുത്തെ LP സ്കൂളിലെ ഒരു അധ്യാപകൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ 2004 മുതൽ അദ്ദേഹത്തിൻ്റെ ചിത്രമാലേഖനം ചെയ്തിട്ടുള്ള സ്റ്റാമ്പ് പുറത്തിറക്കി. 2004 ജൂൺ 19 വായനാ ദിനമായി ബന്ധപ്പെട്ടിട്ട് തന്നെ 2004 ജൂൺ 19 അദ്ദേഹത്തിൻ്റെ ചിത്രമാലേഖനം ചെയ്തിട്ട് എന്ത് ചെയ്തു? ഒരു സ്റ്റാമ്പ് പുറത്തിറക്കി. അതുകൊണ്ട് 1996 ജൂൺ 19 മുതലാണ് വായനാ ദിനമായിട്ട് നമ്മൾ ആചരിച്ച് തുടങ്ങിയത്. അത് ഇന്ത്യൻ ദേശീയ വായനാ ദിനമായിട്ട്, അത് ഇന്ത്യയിലെ ദേശീയ വായനാ ദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങിയത് 2017 മുതലാണ്. ദേശീയ വായനാ ദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങിയത് 2017 ശ്രീ നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹമാണ് എന്ത് ചെയ്തത്? ദേശീയ വായനാ ദിനം 2017 പ്രഖ്യാപിച്ചത്. അതും നമുക്ക് ജൂൺ 19 മുതൽ 25 വരെ, ജൂൺ 19 മുതൽ ജൂൺ 25 വരെ വായനാ വാരമായിട്ട് നമ്മൾ ആചരിക്കുന്നുണ്ട്. അദ്ദേഹം സ്ഥാപിച്ച ഒരു അനൗപചാരിക വിദ്യാഭ്യാസ സമിതിയാണ് കാൻഫെഡ്. അദ്ദേഹം PN പണിക്കർ സ്ഥാപിച്ച അനൗപചാരിക വിദ്യാഭ്യാസ സമിതിയാണ് കാൻഫെഡ്. 1977 ജൂൺ 30 കാൻഫെഡ് രൂപീകരിച്ചത്. 1977 ജൂൺ 30 കാൻഫെഡ് രൂപീകരിച്ചത്. കാൻഫെഡിൻ്റെ മീനിങ് കേരള അസോസിയേഷൻ ഫോർ നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നാണ്. അദ്ദേഹം 86 വയസ്സിലാണ് കേട്ടോ അദ്ദേഹം അന്തരിച്ചത്. PN പണിക്കർ അന്തരിച്ചത് 86 വയസ്സിലാണ്. അദ്ദേഹത്തിൻ്റെ വായനാ ദിന സന്ദേശം എന്നറിയപ്പെടുന്നത് വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക. വായനാ ദിന സന്ദേശം എന്നറിയപ്പെടുന്നത് വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക. അദ്ദേഹം വർക്ക് ചെയ്ത ആലപ്പുഴയിലെ LP സ്കൂൾ അദ്ദേഹത്തിന് സ്മാരകമായിട്ട് പിന്നീട് അറിയപ്പെട്ടു. അതെപ്പോഴാണ്? 2014 മുതൽ. അപ്പോൾ 2004 അദ്ദേഹത്തിന് സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. 2014 മുതൽ LP സ്കൂള് PN പണിക്കർ സ്മാരക ഗവൺമെൻറ് LP സ്കൂളായിട്ട് അറിയപ്പെടുന്നു. PN പണിക്കർ സ്മാരക ഗവൺമെൻറ് LP സ്കൂളായിട്ട് അറിയപ്പെടുന്നു 2014 മുതൽ. കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്നത് അദ്ദേഹമാണ്. PN പണിക്കർ കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ പിതാവായിട്ട് അറിയപ്പെടുന്നു. അപ്പോൾ നോക്കിയാൽ നമ്മുടെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ പിതാവ്, കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ പിതാവാണ് PN പണിക്കർ. അങ്ങനെയാകുമ്പോൾ ഇന്ത്യയുടെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത് രംഗനാഥൻ. ആരാണ്? രംഗനാഥൻ എന്ന ഷിയാലി രാമാമൃത രംഗനാഥൻ. രംഗനാഥൻ അദ്ദേഹം ഒരു ഗണിതശാസ്ത്രജ്ഞനാണ്, ഒരു ലൈബ്രറിയനാണ്, ഒരു ദീർഘവീക്ഷണം ഉള്ള ഒരു വ്യക്തിയുമാണ്. അദ്ദേഹമാണ് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഗ്രന്ഥശാല സയൻസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതും അദ്ദേഹമാണ്. അപ്പോൾ ഇന്ത്യൻ ലൈബ്രറി സയൻസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതും ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതും രംഗനാഥൻ എന്ന ഷിയാലി രാമാമൃത രംഗനാഥനാണ്. ഇന്ത്യൻ ദേശീയ ലൈബ്രറി ദിനമാണ് ഓഗസ്റ്റ് 12. ഇന്ത്യൻ ദേശീയ ലൈബ്രറി ദിനം. അതായത് ഇന്ത്യയിലെ ഫസ്റ്റ് ലൈബ്രറിയനായിരുന്നു ഹരിനാഥ് ദേ. ഹരിനാഥ് ദേയുടെ ജന്മദിനമാണ് ഇന്ത്യൻ ദേശീയ ലൈബ്രറി ദിനമായിട്ട് അറിയപ്പെടുന്നത് ഓഗസ്റ്റ് 12. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വനിതാ ലൈബ്രറിയാണ് മേരി ഹോഫ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ലൈബ്രറിയനാണ് മേരി ഹോഫ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ലൈബ്രറിയാണ് അണ്ണാ സെൻറ്റിനറി ലൈബ്രറി, ചെന്നൈയിലെ അണ്ണാ സെൻറ്റിനറി ലൈബ്രറി എന്നറിയപ്പെടുന്നത്. അടുത്തത് കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം എന്നറിയപ്പെടുന്നത് സാഹിത്യലോകം. കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം അറിയപ്പെടുന്നത് സാഹിത്യലോകം എന്നാണ് അറിയപ്പെടുന്നത്. അതേസ്ഥാനത്ത് കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ മുഖപത്രം ഗ്രന്ഥലോകം. കേരള സാഹിത്യ അക്കാദമിയുടെ സാഹിത്യലോകവും കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ മുഖപത്രം ഗ്രന്ഥലോകവും എന്നറിയപ്പെടുന്നു. ഇനി പണിക്കർ നയിച്ച ഗ്രന്ഥശാല സംഘത്തിന് ലഭിച്ച യുനെസ്കോ പുരസ്കാരമാണ് ക്രൂപ്സ്കായ അവാർഡ്. പണിക്കർ നയിച്ച ഗ്രന്ഥശാല സംഘത്തിന് ലഭിച്ച യുനെസ്കോ പുരസ്കാരമാണ് ക്രൂപ്സ്കായ അവാർഡ്. PN പണിക്കരുടെ വായനശാലയാണ് സനാതനധർമ്മം. PN പണിക്കരുടെ വായനശാലയുടെ പേരെന്താണ്? സനാതനധർമ്മം എന്നറിയപ്പെടുന്നു. 1829 കേരളത്തിലെ ആദ്യത്തെ പൊതു വായനശാല തിരുവനന്തപുരത്ത് സ്ഥാപിച്ചത് സ്വാതി തിരുനാളാണ്. 1829 കേരളത്തിൽ ആദ്യത്തെ പൊതു വായനശാല തിരുവനന്തപുരത്ത് സ്ഥാപിച്ചത് സ്വാതി തിരുനാളാണ്. കേരളത്തിലെ ആദ്യത്തെ വായനശാല എന്നറിയപ്പെടുന്നത് ദേശസേവിനി ഗ്രാമീണ വായനശാല, അത് എറണാകുളത്താണ്. കേരളത്തിലെ ആദ്യത്തെ വായനശാല ദേശസേവിനി ഗ്രാമീണ വായനശാല, അത് എറണാകുളത്താണ്. പൊതുവായ വായനശാല തിരുവനന്തപുരത്താണ്, അത് സ്ഥാപിച്ചത് സ്വാതി തിരുനാളാണ് 1829. തിരുവിതാംകൂർ ലൈബ്രറി അസോസിയേഷൻ്റെ മുദ്രാവാക്യമാണ് വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക. തിരുവിതാംകൂർ ലൈബ്രറിയുടെ അസോസിയേഷൻ മുദ്രാവാക്യം എന്താണ്? വായിച്ചു വളരുക. തിരുവിതാംകൂർ ലൈബ്രറി അസോസിയേഷൻ്റെ മുദ്രാവാക്യം എന്താണ്? വായിച്ചു വളരുക.